ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒമാനിൽ മറ്റേ പി ഡി വെബ്സൈറ്റ് പറയുമ്പോൾ പി ഡി പറയുമ്പോൾ പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാൻ. ഇപ്പോൾ ഒരു റോഡൊന്നുമില്ല, ഗേറ്ററാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 100-200 കിലോമീറ്ററോളം നമ്മൾ പോകണം ഈ റോഡിൽ കൂടെ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒമാനെ സംബന്ധിച്ചോളം നമ്മൾ ഉള്ളിലോട്ടാണ്, റോഡില്ല. നമ്മൾ 100-300 കിലോമീറ്റർ മരുഭൂമി കൂടെ വണ്ടി പോകുന്നുണ്ട്. നമ്മുടെ കമ്പനി വണ്ടിയാണ്. പുള്ളി അങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് പറഞ്ഞ സംഭവമില്ല കേട്ടോ അവിടെ. അതായത് നമ്മൾ മരുഭൂമിയിൽ ഓടിക്കുക, ഗേറ്റർ ഓടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പീഡോ സിസ്റ്റം. അതായത് ഡിഫൈൻഡ് ഡ്രൈവിംഗ് സിസ്റ്റം. അതായത് ഡിഫൈൻഡായിട്ട് ഡ്രൈവ് ചെയ്യുക. ഭയങ്കര സൗണ്ടാണ് വണ്ടി, ഭയങ്കര കുലുക്കും ചാട്ടമൊക്കെയാണ്. അങ്ങനെ പോയിക്കൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ സൈറ്റിലെത്തും. അവിടെ ഓഫിലോഡ് ചെയ്യും. ഓഫിലോട് വീണ്ടും നമുക്ക് 2 ട്രിപ്പുള്ളൂ കേട്ടോ ദിവസം. സൗണ്ട് ആയതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ GCCയിൽ മറ്റേ മരുഭൂമിയിലുള്ള ഓട്ടം പറയുമ്പോൾ ഇതാണ്. റോഡൊന്നും ഉണ്ടാവില്ല ഇവിടെ. ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഗേറ്റ് അടിക്കുക. അതായത് നമ്മൾ ചുമ്മാ ഒരു റോഡ് പോലെ ഉണ്ടാക്കി വയ്ക്കുക, അതിൽ കൂടെ വണ്ടി ഓടിക്കുക. അതാണ് നമ്മുടെ പി ഡി പറയുമ്പോൾ പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഓട്ടങ്ങൾ, നമ്മൾ ഹെവി ട്രെയിലർ ബൈക്കുകളാണ് അതിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഇവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മറ്റേ ചെക്കിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഓടിക്കുക, എത്ര മാത്രമുള്ളൂ. ഭയങ്കര ചാട്ടം കൊടുക്കുകയൊക്കെയാണ്. ഓക്കെ, ഇതാണ് മൊത്തം പറയുമ്പോൾ ഒരു പുൽച്ചെടി പോലും ഉണ്ടാവില്ല, മരങ്ങളൊന്നുമില്ല. പിന്നെ ഒട്ടകങ്ങൾ വരും, ഇടയ്ക്ക് ഒട്ടകങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഒട്ടകങ്ങളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല. വേറെ നമ്മൾ രണ്ട് സേഫ്റ്റി ആയിട്ട് കൊണ്ട് നടക്കുക. ബ്രേക്ക് ഡൗൺ ആക്കി കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും. കാരണം ഇത് ഉള്ളേരിയാണ്. കാരണം നമ്മൾ ഒരു എന്താ പറയുക, സിറ്റിയിൽ നിന്ന് വിട്ടിട്ട് ഒരുപാട് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ മുമ്പിൽ ക്യാമറയുണ്ട്. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക, അങ്ങനെയാണെങ്കിൽ ഇതിൽ എമർജൻസി ബട്ടൺ ഉണ്ട്. ആ എമർജൻസി ബട്ടൺ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ നമ്മുടെ കമ്പനിക്ക് അത് പോകും. അപ്പോൾ നമ്മൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ചന്വേഷിക്കും എന്താ പ്രശ്നങ്ങൾ ചോദിച്ചിട്ട്. അതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പീഡിയോ അല്ലെങ്കിൽ നമ്മൾ മരുഭൂമിയിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു എമർജൻസി ബട്ടൺ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സപ്പോസ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ എമർജൻസി ബട്ടൺ അമർത്തുക എന്നുള്ളതാണ്. ആ എമർജൻസി ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എന്താണെന്ന് ഫുള്ളായിട്ട് അവർക്ക് GPS വഴിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് വന്നിട്ട് നമ്മളവിടെ വിക്കറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയില്ല. പുറകിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള വണ്ടികളൊക്കെ പോകും. പുറകിലൊക്കെ പറയുമ്പോൾ 1 മണിക്കൂറെല്ലാം കൂടുമ്പോൾ വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കുള്ള ഹെൽപ്പുള്ളതെല്ലാം അവർ ചെയ്ത് തരും. അതൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ. ഓക്കെ.